40 ദിവസത്തെ ഇറാൻ യുദ്ധത്തിന് ശേഷം പ്രഖ്യാപിച്ച വെടിനിർത്തലിൽ കല്ലുകടിയായത് ഇസ്രായേലിന്റെ നിലപാടായിരുന്നു. വെടിനിർത്തൽ എന്നാൽ സമ്പൂർണ്ണ വെടിനിർത്തൽ എന്ന അർത്ഥത്തിലാണ് ട്രംപ് അത് പ്രഖ്യാപിച്ചത്. വെടിനിർത്തൽ പാലിക്കാമെന്ന് ഇറാനും പറഞ്ഞു. പക്ഷേ ഇസ്രായേൽ ലെബനനിൽ ആക്രമണം കടുപ്പിച്ചത് വെടിനിർത്തലിന് പിന്നാലെയാണ്. ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് എന്ന് പറഞ്ഞ് 10 മിനിറ്റിൽ 100-ലധികം ബോംബുകൾ വർഷിച്ച് 80-ലധികം പേരെ വധിച്ചു. ഇതിൽ കുട്ടികളും ഉൾപ്പെടുന്നു. വെടിനിർത്തൽ ലെബനൻ ആക്രമണത്തിന് ബാധകമല്ല എന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇതിനോടുള്ള പ്രതികരണം. പിന്നാലെ വാക്കിന് വില കൽപ്പിക്കാത്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നിലപാട് മാറ്റി. ലെബനൻ ആക്രമണം തുടരും എന്നായി. ലെബനനെ ആക്രമിച്ചാൽ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറുമെന്ന് തുറന്നടിച്ച ഇറാൻ തുറന്നുകൊടുത്ത ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചു. അതോടെ വെട്ടിലായത് ട്രംപ് തന്നെയാണ്. ഇസ്രയേലിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. തുറന്നു കിട്ടിയ ഹോർമൂസ് വീണ്ടും അടയ്ക്കപ്പെടുകയും ചെയ്തു. ഈ സംഭവത്തോടെ ട്രംപ് നെതന്യാഹു ബന്ധത്തിൽ വിള്ളൽ വീണു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ വ്യാഴാഴ്ച നടത്തിയ ടെലിഫോൺ സംഭാഷണം അതീവ സംഘർഷഭരിതമായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ലെബനനുമായി നേരിട്ടുള്ള വെടിനിർത്തൽ ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചതിന് തൊട്ടു മുൻപായിരുന്നു ഈ ഒരു സംഭാഷണം. ലെബനനുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് ഇസ്രായേൽ തയ്യാറായില്ല എങ്കിൽ അമേരിക്ക ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുമെന്ന് ട്രംപ് ഈ സംഭാഷണത്തിനിടെ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചില മാധ്യമങ്ങൾ ട്രംപ് നെതന്യാഹുവിനെ വിരട്ടി എന്നുപോലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫോൺ സംഭാഷണത്തിന് തൊട്ടു പിന്നാലെയാണ് ലെബനനുമായി നേരിട്ടുള്ള വെടിനിർത്തൽ ചർച്ചകൾക്ക് താൽപര്യമുണ്ട് എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചത്. ട്രംപ് ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചേക്കുമെന്ന ഭയമാണ് ഇസ്രയേലിനെ ചർച്ച നടത്താനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചത് എന്ന സൂചനകളുണ്ട്. ഹിസ്ബുള്ളയുമായുള്ള പോരാട്ടം ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ അടുത്തയാഴ്ച വാഷിംഗ്ടണിൽ വെച്ച് ഇസ്രായേൽ ലെബനൻ ഉദ്യോഗസ്ഥർ തമ്മിൽ കൂടിക്കാഴ്ച നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഇസ്രായേലും ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയും തമ്മിൽ പോരാട്ടം അവസാനിപ്പിക്കാനാണ് ട്രംപ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട ഈ മേഖലയിൽ സമാധാനം കൊണ്ടുവരാനുള്ള സമ്മർദ്ദം ട്രംപ് ഭരണകൂടം തുടരുകയാണ്. ഹിസ്ബുള്ളയുടെ സൈനിക ശേഷി നിയന്ത്രിക്കാൻ 2024 അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒരു കരാർ ഉണ്ടാക്കിയിരുന്നുവെങ്കിലും അത് ഫലപ്രദമായി നടപ്പിലാക്കാൻ ലെബനന് സാധിച്ചില്ല എന്നാണ് ഇസ്രായേലിന്റെ ആരോപണം. ഇതേ തുടർന്നാണ് നിലവിലെ സംഘർഷം രൂക്ഷമായതും തെക്കൻ ലെബനനിൽ ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ചതും. ലെബനനിലെ ആക്രമണങ്ങൾ കുറയ്ക്കണമെന്ന് ബുധനാഴ്ച നടന്ന ചർച്ചയിലും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. ബുധനാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 303 പേർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലായിരുന്നു ഇത്. ലെബനനെ ഇറാന്റെ വെടിനിർത്തൽ പാക്കേജിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് നെതന്യാഹു നേരത്തെ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണമെന്ന ഉറച്ച നിലപാടിലായിരുന്നു ട്രംപ്. ഒടുവിൽ അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ലെബനനുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് ഇസ്രായേൽ സന്നദ്ധത അറിയിച്ചത്. എന്നാൽ ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള സംഭാഷണം മോശമായിരുന്നുവെന്ന വാർത്തകൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിഷേധിച്ചിട്ടുണ്ട്. ഇതൊരു വ്യാജ വാർത്തയാണ് എന്നും ഇരു നേതാക്കളും പൂർണ്ണമായ പരസ്പര ബഹുമാനത്തോടെയും ഏകോപനത്തോടെയുമാണ് പ്രവർത്തിക്കുന്നത് എന്നും അവർ പ്രതികരിച്ചു. എന്നാൽ വൈറ്റ് ഹൗസ് ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ട് പോലുമില്ല. പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകളിൽ നിർണായകമായ ഒരു വഴിത്തിരിവാണ് ഈ ടെലിഫോൺ സംഭാഷണം സൃഷ്ടിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഹോർമൂസ് കടലിടുക്കിന്റെ നടത്തിപ്പിൽ ഇറാൻ പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നും രാജ്യത്തെ ആക്രമിച്ചവർ ശിക്ഷിക്കപ്പെടാതെ പോകില്ല എന്നും ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനിയുടെ പ്രസ്താവന വലിയ ആശങ്കയ്ക്കും ഇട നൽകിയിട്ടുണ്ട്. യുദ്ധത്തിൽ ഇറാനുണ്ടായ ഓരോ നാശനഷ്ടങ്ങൾക്കും രക്തസാക്ഷികളുടെ ജീവന്റെ വിലയ്ക്കും പരിക്കേറ്റവർക്കുമുള്ള നഷ്ടപരിഹാരത്തിനും ഞങ്ങൾ അവകാശവാദം ഉന്നയിക്കും. US ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തന്റെ പിതാവ് ആയത്തുള്ള അലി ഖമനിയുടെ മരണത്തിന് പ്രതികാരം ചെയ്യുമെന്ന ഇറാന്റെ തീരുമാനവും മുജ്തബ ഇവിടെ ആവർത്തിച്ചിട്ടുണ്ട്. ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എങ്കിലും തങ്ങളുടെ അവകാശങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. പ്രമുഖ റിസ്ക് അനലിസ്റ്റ് ഇയാൻ ബ്രമ്മർ പറയുന്നത് മുജ്തബയെ നയിക്കുന്നത് പിതാവിനെ ഉൾപ്പെടെ വധിച്ചതിന്റെ പകയാണ് എന്നും കഴിയുമെങ്കിൽ ട്രംപിനെ വധിക്കാൻ ശ്രമിക്കും എന്നുമാണ്. കാര്യങ്ങൾ അനുകൂലമായി വന്നാൽ ഏത് നിമിഷവും ട്രംപിനെ വധിക്കാൻ മുജ്തബ ശ്രമിക്കുമെന്നും ബ്രമ്മർ പറയുന്നുണ്ട്. വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം 24 മണിക്കൂറിനിടെ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോയത് 7 കപ്പലുകൾ മാത്രമായിരുന്നുവെന്നും ബ്രമ്മർ ചൂണ്ടിക്കാട്ടുന്നു. ഹോർമൂസ് കടലിടുക്കിൽ സമുദ്ര ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാത്തതിൽ മേഖലയിൽ ആശങ്ക ശക്തമാണ്. ഹോർമൂസ് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയാലേ വിവിധ രാജ്യങ്ങളിലെ വാണിജ്യ മേഖലയിലെ സ്തംഭനാവസ്ഥയും എണ്ണ വിപണിയിലെ തടസ്സങ്ങളും നീങ്ങുകയുള്ളൂ.
നിലവിൽ ഹോർമൂസ് ഗതാഗതത്തിന് തുറക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും പരിമിതമായ കപ്പലുകൾ മാത്രമാണ് കടന്നുപോയത് എന്നാണ് റിപ്പോർട്ട്. വിഷയത്തിൽ പാകിസ്ഥാനിൽ ആരംഭിക്കുന്ന ചർച്ചകളിൽ വ്യക്തതയുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇറാൻ കടുത്ത നിലപാട് സ്വീകരിക്കുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നതാണ്. 40 ദിവസത്തെ യുദ്ധത്തിൽ കുഞ്ഞുങ്ങളും രോഗികളും ഉൾപ്പെടെ 2000-ന് മേൽ പേർ ഇറാനിലും 500-ലധികം പേർ ലെബനനിലും മരിക്കുകയും ചെയ്തുവെന്നാണ് ഔദ്യോഗിക കണക്ക്. 10,000-ങ്ങൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. വ്യോമാക്രമണങ്ങളിലൂടെ അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങൾക്കും കനത്ത നാശമുണ്ടായി. തിരിച്ചടിയായി അമേരിക്കൻ താവളങ്ങളുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ എണ്ണ പ്രകൃതിവാതക വ്യവസായത്തെ ഏതാനും വർഷത്തേക്ക് വിറകോട്ടടിപ്പിക്കുന്ന നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിനു പുറമെയാണ് ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതിന്റെ ഫലമായി ഉണ്ടായ വ്യവസായ വ്യാപാര സ്തംഭനവും സാമ്പത്തിക മാന്ദ്യവും. ദീർഘകാല സമാധാനം പശ്ചിമേഷ്യയിൽ കൈവരണമെങ്കിൽ അമേരിക്കയുടെ നയസമീപനങ്ങളിൽ കാതലായ മാറ്റം വരണം. അമേരിക്ക ലോക പോലീസിന്റെ റോൾ ഉപേക്ഷിക്കുകയാണ് അതിന് ആദ്യം വേണ്ടത്. ട്രംപ് തിരുത്തണം. ട്രംപിന്റെ സ്വന്തം റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരും വിദേശകാര്യ വിദഗ്ധരുമൊക്കെ നിരീക്ഷിക്കുന്നത് കാര്യമറിയാതെ കൃത്യമായ യുദ്ധലക്ഷ്യവും കർമ്മ പരിപാടിയുമില്ലാതെ ഇസ്രായേലിന്റെ പ്രേരണയിൽ എടുത്തുചാടി നടത്തേണ്ട ഒന്നല്ല ഇതുപോലുള്ള സൈനിക സാഹസങ്ങൾ എന്നാണ്. ഈ പാഠങ്ങൾ അമേരിക്ക എത്ര വേഗം പഠിക്കുന്നുവോ അത്രയും ലോക സമാധാനത്തിനും ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും നല്ലതാണ്. പക്ഷേ വെടിനിർത്തൽ വന്നിട്ടും ഇറാനുമായുള്ള നിർണായക ചർച്ചകൾക്കിടയിലും നിലപാട് കടുപ്പിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയാണ് ഇന്നലെയും നമ്മൾ കണ്ടത്. ഇറാനുമായി കരാർ ഉണ്ടായാലും ഇല്ലെങ്കിലും ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് വീണ്ടും ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇറാൻ സൈനികമായി പരാജയപ്പെട്ടു കഴിഞ്ഞു. ഞങ്ങൾ ഹോർമൂസ് തുറക്കാൻ പോകുകയാണ്. US അവിടെയുണ്ടാകും. അന്താരാഷ്ട്ര കപ്പൽ പാതകൾ തടസ്സപ്പെടുത്തി ലോകത്തെ ഭീഷണിപ്പെടുത്തുന്നതല്ലാതെ ഇറാന്റെ കൈവശം മറ്റ് തന്ത്രങ്ങൾ ഒന്നുമില്ല എന്നുകൂടി ട്രംപ് പരിഹസിച്ചിട്ടുണ്ട്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ അമേരിക്കൻ പടക്കപ്പലുകൾ സജ്ജമാണ് എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ അവസാനത്തെ ഭീഷണിയും. ഇതിന് പിന്നാലെ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ പാകിസ്ഥാനിൽ നടക്കുന്ന മധ്യസ്ഥ ചർച്ചയിൽ അമേരിക്കയെ പൂർണ്ണമായും വിശ്വസിക്കാനാകില്ല എന്ന് തുറന്നടിച്ച് ഇറാൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാക്കിർ ബാലിബാഫും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതും ഒരു ആശങ്ക പരത്തുന്നതാണ്. മുൻപ് നടന്ന ചർച്ചകൾക്കിടെ US ഇറാനിൽ നടത്തിയ ആക്രമണങ്ങൾ മുൻനിർത്തിയായിരുന്നു സ്പീക്കറുടെ ഈ പ്രതികരണം. മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നതിനിടെ ഒന്നിലധികം തവണ ഇറാന് നേരെ ആക്രമണം അഴിച്ചുവിട്ടവരാണ് അമേരിക്ക. അതും കഴിഞ്ഞ ഒരു വർഷത്തിൽ ഒന്നിലധികം തവണ. ചർച്ചകളിൽ ഇറാൻ പ്രതിനിധികൾ കാണിച്ച വിശ്വാസവും സഹകരണവും കണക്കിലെടുക്കാതെ ആക്രമണം തുടർന്നത് യുദ്ധക്കുറ്റം തന്നെയാണ്. മധ്യസ്ഥ ചർച്ചയിൽ ശുഭപ്രതീക്ഷയുണ്ട്. എങ്കിലും അമേരിക്കയെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നും ബാലിഗാഫിനെ ഉദ്ധരിച്ച് പാകിസ്ഥാൻ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ച നടക്കുമ്പോഴും ഇപ്പോഴും പലസ്തീൻ ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിലുണ്ട്. ഹമാസിനെ നിരായുധീകരിക്കാനും 2 പതിറ്റാണ്ടായി നിലനിൽക്കുന്ന അവരുടെ ആധിപത്യം അവസാനിപ്പിക്കാനുമാണ് എന്ന് പറഞ്ഞ് ഇപ്പോഴും നടത്തുന്ന വിവേചനരഹിതമായ ഇസ്രായേൽ ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള പലസ്തീനികൾ ഇന്നും മരിച്ചു വീഴുന്നു. ദുരൂഹതകളും ഗൂഢലക്ഷ്യങ്ങളും ഉള്ളതെന്ന് ചൂണ്ടിക്കാട്ടപ്പെട്ടതാണ് എങ്കിലും അന്താരാഷ്ട്ര സേനയെ സ്ഥിരമായി വിന്യസിക്കുമെന്നും പുനർനിർമ്മാണം ആരംഭിക്കുമെന്നും പറഞ്ഞ് കൊണ്ടുവന്ന ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഗാസ സമാധാന ബോർഡിന്റെ പ്രവർത്തനം എങ്ങുമെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ പ്രവർത്തനങ്ങളിൽ ഭൂരിഭാഗവും മരവിച്ചു കിടക്കുകയാണ്. സമാധാന ബോർഡിന്റെ പ്രാരംഭ യോഗം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ US-ഉം ഇസ്രായേലും ഇറാനെ ആക്രമിച്ചതോടെ അതിന്റെ തുടർ പ്രവർത്തനവും സ്തംഭിച്ചു. സമാധാന ശ്രമങ്ങളോടുള്ള ട്രംപിന്റെ അസ്ഥിരമായ സമീപനം ഇറാൻ യുദ്ധത്തിലെ വെടിനിർത്തലിൽ അടക്കം പ്രതിധ്വനിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇറാനുമായി സുസ്ഥിരമായ കരാർ നടപ്പിലാക്കാൻ ട്രംപിന് കഴിയുമോ എന്നത് വ്യക്തമല്ലെന്ന് ഗാസ സമാധാന പദ്ധതി മുൻനിർത്തി നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇറാൻ യുദ്ധത്തിന്റെ 2 ആഴ്ചത്തെ വെടിനിർത്തൽ ഇതിനകം തന്നെ ലെബനനിൽ കടുത്ത ആശയക്കുഴപ്പവും സൃഷ്ടിച്ചിട്ടുണ്ട്. കരാർ അവിടെ ബാധകമല്ലെന്ന് ഇസ്രായേൽ വാദിക്കുകയും ഇറാനിയൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നത് തുടരുകയും ചെയ്യുന്നു. എന്നാൽ ലെബനൻ കരാറിന്റെ പരിധിയിൽ വരുമെന്നും ആക്രമണം തുടർന്നാൽ കരാർ റദ്ദാക്കുമെന്ന് ഇറാനും പ്രതികരിച്ചിട്ടുണ്ട്.